ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി കുട്ടികൾക്ക് വളരെ ഹെൽത്തിയായ ഒന്നാണ്. അപ്പോൾ ഈ ഹെൽത്തിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് അവിൽ ചേർക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അവിൽ നല്ല ക്രിസ്പിയായി കിട്ടുന്നത് വരെ നന്നായി വറുത്തെടുക്കാം. അവിൽ കരിഞ്ഞു പോകരുത്. അവിലിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവിൽ നിന്ന് അവിൽ മാറ്റാം. ഇതുപോലെ വെളുത്ത അവിൽ വേണമെങ്കിൽ എടുക്കാം. അതേസമയം നിങ്ങളുടെ കയ്യിൽ ചുവന്ന അവിലുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അവിൽ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 15-20 ബദാം ചേർക്കാം. എന്നിട്ട് ഈ ബദാമിൻ്റെ തൊലിയുടെ കളറ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബദാമും നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതും തണുക്കാനായി വയ്ക്കാം. എന്നിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ അവിലെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. വറുക്കാത്ത കപ്പലണ്ടിയാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. വീണ്ടും നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴേക്കും ചെറിയ കഷ്ണങ്ങളാക്കിയ കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയുടെ കളറ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന നെയ്യിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നത് തേങ്ങ ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ തേങ്ങ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴിത് തേങ്ങ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിട്ടുള്ള അവിലും ബദാമും നന്നായി തണുത്തിട്ടുണ്ട്. ഈ അവിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. നേരത്തെ വറുത്തിട്ട് തണുക്കാനായി വെച്ചിരുന്ന കപ്പലണ്ടി തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറ് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിലും ബദാമും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 ഏലക്ക കൂടി ചേർത്തിട്ട് പൾസ് മോഡിൽ 2-3 പ്രാവശ്യം മാത്രം കറക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ പൾസ് മോഡിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അവിൽ നമ്മൾ നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിക്കേണ്ടതില്ല. തരി പോലെ കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഈ റെസിപ്പിക്ക് അവിൽ ഇതുപോലെ പൊടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 6 ഈന്തപ്പഴം അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 6 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമുക്ക് പിന്നീട് മധുരം ചേർക്കേണ്ടതുണ്ട്. ഇനി നേരത്തെ വറുത്ത് തൊലി മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് പൾസ് മോഡിൽ ഒരു 3-4 പ്രാവശ്യം കറക്കിയെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട. ഇതുപോലെ തരി പോലെ കിടക്കുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചേർക്കാം. നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു 6 ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ശർക്കര ചേർക്കാൻ. അപ്പോൾ ഞാനിവിടെ 6 ചേർത്തത് കൊണ്ട് 1/2 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. കൂടുതൽ ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. എന്നിട്ട് ഈ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് അലിയിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി. ശർക്കര അലിഞ്ഞതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഈ ശർക്കരയിൽ പൊടിയും മണ്ണും ഒക്കെ കാണും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അരിച്ച് തന്നെ എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാനിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് അവിൽ, ഈന്തപ്പഴം, ബദാം, കപ്പലണ്ടി എന്നിവയാണ്. ഇനി ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലാം കൂടി ഒരേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒരു 10-15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ റെസിപ്പി ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെസിപ്പി ഏത് ഷേപ്പിലും നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഡു തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ലഡു ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് എടുത്ത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും നല്ല ഒരു ഊർജ്ജം ലഭിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ലഡുവാണിത്. ഈ ലഡുവിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സിന് പകരം ഇത് തയ്യാറാക്കി കൊടുത്തയക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ചെറുപയർ വെച്ചിട്ട് ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലഡു നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാരിത് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.